हमारे राम आ गए हैं। सदियों की प्रतीक्षा के बाद हमारे राम आ गए हैं। കാത്തിരിപ്പിന് ശുഭസമാപ്തി എന്ന പ്രധാനമന്ത്രി. ത്യാഗത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഫലം. നിയമവ്യവസ്ഥ രാമന് നീതി നൽകി. രാമൻ വിഭജനത്തിന്റേതല്ല മാനവികതയുടേതെന്നും മോദി. പ്രധാനമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി. ഒരു മതത്തെ മാത്രം ഉയർത്തിക്കാട്ടുന്നത് ശരിയല്ല. മതേതരത്വമാണ് ഇന്ത്യയുടെ ആത്മാവെന്നും പിണറായി വിജയൻ. All of the Democratic Republic of India. It has been part of our identity as a nation right from the days of our national movement. ഗാന്ധിജിക്ക് നേരെ വെടിയുതിർത്തവരോടൊപ്പം രാമൻ ഇല്ല എന്ന് വി ഡി സതീശൻ. പ്രാൺ പ്രതിഷ്ഠ കേരളത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തുവെന്ന് കെ സുരേന്ദ്രൻ. യു എയിൽ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ളവർ നടത്തുന്ന സ്ഥാപനങ്ങളിലെ തൊഴിൽ വിസയിൽ 20% മറ്റു രാജ്യക്കാർക്ക് നൽകണമെന്ന നിയമം നടപ്പിലാക്കിയതോടെ ഒരാഴ്ചക്കിടെ മലയാളികൾ ഉൾപ്പെടെ നൽകിയ മിക്ക വിസ അപേക്ഷകളും അനുവദിക്കപ്പെട്ടിട്ടില്ല. മാനവ വിഭവ മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ ഈ മാറ്റം വന്നതോടെയാണ് പുതിയ നിർദ്ദേശം തിരിച്ചടിയാകുന്നത്. അത് ഇന്ത്യക്കാർക്കുമാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ നിരോധനമോ നിയന്ത്രണമോ അല്ല എന്നും വൈവിധ്യവൽക്കരണം ഉറപ്പാക്കുന്നതിനായി നിലവിലെ നിയമം കർശനമായി നടപ്പാക്കുക മാത്രമാണെന്നും മന്ത്രാലയം വിശദീകരിക്കുന്നു. ഏതൊക്കെ തരത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള തൊഴിൽ അന്വേഷകർക്ക് ഈ പരിഷ്കരണം തിരിച്ചടിയാകുന്നത്? ഈ വിഷയമാണ് ഗൾഫ് 18 പ്രവാസി ശബ്ദം പരിശോധിക്കുന്നത്. സ്വാഗതം. അതിഥികളായി വിസ സർവീസ് പ്രൊവൈഡർ ഇക്ബാൽ മാർക്കോണി, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ മുൻ അധ്യക്ഷനും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് വൈ എ റഹീം, സാമ്പത്തിക വിദഗ്ധൻ ഭാസ്കർ രാജ് എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഞാൻ ആദ്യം പോകുന്നത് ഇക്ബാൽ മാർക്കോണിയിലേക്ക്. ശ്രീ ഇക്ബാൽ മാർക്കോണി, വിസ സർവീസ് പ്രൊവൈഡർ എന്ന നിലയിൽ ഒരുപാട് സേവനങ്ങൾ നടത്തുന്ന താങ്കൾക്ക് വ്യക്തമായി അറിയാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ഈ 20% ക്വാട്ട എന്നുള്ളത് കർശനമായി നടപ്പാക്കിയത് മുതൽ ഒരുപാട് വിസകൾ അത് തള്ളപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അപേക്ഷകൾ നിരസിക്കപ്പെടുന്നുണ്ടോ ഈ ദിവസങ്ങളിൽ? ഞാൻ റഹീമിലേക്ക് പോവുകയാണ്. വൈ റഹീം, ഇക്ബാൽ മാർക്കോണിക്ക് കേൾക്കുന്നതിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്നാണെങ്കിലും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മുൻ അധ്യക്ഷനും സാമൂഹ്യ പ്രവർത്തകരുമായിട്ടുള്ള അഡ്വക്കേറ്റ് വൈ എ റഹീമിലേക്കാണ് പോകുന്നത്. ശ്രീ റഹീം, ഏറ്റവും വലിയ ആശങ്ക തൊഴിൽ ലഭിക്കും പക്ഷേ വിസ ലഭിക്കില്ല എന്നുള്ള ആശങ്ക ഒരുപാട് തൊഴിൽ അന്വേഷകരായിട്ടുള്ള ഇന്ത്യക്കാർ പങ്കുവയ്ക്കുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? ആദ്യമായിട്ട് മറ്റൊരു ചാനൽ മുന്നോട്ട് വന്നില്ല. ന്യൂസ് 18 ഇത് ചർച്ചയാക്കിയതിലുള്ള നന്ദി അറിയിക്കുക. കാരണം ഒരു വല്ലാത്ത പാനിക്ക് ഈ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കകളും വരുത്തേണ്ട ഒരു സബ്ജക്റ്റായിട്ട് ഇതിനെ നമ്മൾ കാണണ്ട. കാരണം ഈ നിയമം ഈ ഒരാഴ്ച മുമ്പ് വന്നതോ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് വന്നതല്ല. വർഷങ്ങളായിട്ട് ഈ ഒരു നിയമം ചിട്ടയായി യു എയിലെ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ പ്രധാനമായിട്ട് അവർ പറയുന്നത് എന്താ, ഒരു വിദേശത്ത് നിന്ന് വന്ന ഒരു കമ്പനി ഉടമ അദ്ദേഹത്തിന്റെ രാജ്യത്ത് നിന്നുള്ള 80% പേരെ റിക്രൂട്ട് ചെയ്യാം. ബാക്കി 20% പേരെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഇന്ന രാജ്യത്ത് നിന്ന് തന്നെ മറ്റു രാജ്യം എന്ന് പറയുന്നില്ല, വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യണം. ഈ നിയമം വന്നിട്ട് അത് എല്ലാ 90% കമ്പനികളും അനുസരിക്കുകയും ആ അർത്ഥത്തിൽ നമ്മൾ അത് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ ഇത് പാലിക്കപ്പെടാത്ത ചിലർ, ഈ നിയമത്തെക്കുറിച്ചുള്ള അവരുടെ അജ്ഞതയാണോ എന്നറിയില്ല, അവരിപ്പോഴും ഈ വിസയ്ക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അതിന്റെ പോർട്ടലിൽ അവര് കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ രാജ്യക്കാരന്റെ 80% കഴിഞ്ഞാൽ
മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത രാജ്യക്കാരായി 20% പേരാണോ, അതല്ലെങ്കിൽ വിസ ഓട്ടോമാറ്റിക്കലി റിജക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ആ പോർട്ടലിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇതൊരു വല്ലാത്ത ആശങ്ക. ഇപ്പൊ കഴിഞ്ഞ ഈ സോഷ്യൽ മീഡിയയിൽ 3-4 ദിവസമായിട്ട് ഇന്ത്യക്കാർക്ക് വിസ നിർത്തി മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞുള്ള വളരെ അവിശ്വസനീയമായ സത്യവുമായി പുലബന്ധമില്ലാത്ത ഒരുപാട് വാർത്തകൾ ചുമ്മാതെ പടച്ചു വിടുകയാണ്. സത്യത്തിൽ അതൊക്കെ ഒരു വിസ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സൂചിപ്പിച്ചതോടെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ നിയമം നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ 200-ൽ പരം രാജ്യങ്ങളിലെ ആളുകൾ വളരെ ശാന്തിയോടും സമാധാനത്തോടും അർദ്ധരാത്രിയിൽ സ്ത്രീകൾക്കടക്കം റോഡിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന രാജ്യമാണ്. ഈ രാജ്യത്തെ നിയമം അങ്ങനെയാണ്. അത് തൊഴിൽ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ആ നിയമം അതിനനുശാസിക്കുന്ന വഴിയെ പോകാൻ നിർബന്ധിക്കുന്ന ഒരു ഭരണകൂടവും നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടവുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴും അവർക്കൊക്കെ ഒരു അത്താണിയായി വന്ന് ഇവിടെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യം കൂടിയാണ് UAE. ഇവിടെ സമഭാവന, സമത്വം, ബഹുസ്വരത എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്വദേശീയരായ ആളുകൾ കൂടി അത് അംഗീകരിച്ചുകൊണ്ട് 200-ൽ പരം കൺട്രികളിലെ ആളുകളെ എല്ലാം ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച നിയമ സംഹിതയുള്ള ഒരു രാഷ്ട്രം കൂടിയാണ്. ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ചർച്ച അത് വളരെ ഫലപ്രദമാവും. ആവശ്യമില്ലാത്ത ആശങ്കകൾ അകറ്റാൻ അത് കാരണമാവും. എന്റെ സംശയം ഇത് ആശങ്ക വേണ്ട എന്നുള്ളത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പൊതുജനങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിക്കുന്നവർ മനസ്സിലാക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് വൈദഗ്ധ്യമുള്ള നിങ്ങളെ തന്നെ അതിൽ ഉൾപ്പെടുത്തിയതും. ഈ അത്രമാത്രം ആശങ്കയില്ല എന്ന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു മറുവശം. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മലയാള മാധ്യമ സ്ഥാപനം എന്ന് കരുതുക. അവിടെ 80% ഇന്ത്യക്കാരെ നിലനിൽക്കെ 20% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള, അതായത് മലയാള മാധ്യമമാണെങ്കിൽ ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള 20% ആൾക്കാരെ എങ്ങനെ ഉൾക്കൊള്ളിക്കാൻ കഴിയും? എങ്ങനെ അവിടെ ഒരു വൈവിധ്യം കൊണ്ടുവരാൻ കഴിയും? പിന്നെ അങ്ങനെ കാര്യം മനസ്സിലാക്കണം. വ്യത്യസ്തങ്ങളായ മേഖലകളിലെ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ മാധ്യമങ്ങൾക്ക് അതിൻ്റെതായ പ്രിവിലേജ് ഉള്ള നിയമനിർമ്മാണങ്ങൾ വേറെയുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ വിസകൾ അടക്കം മറ്റ് വിസിറ്റ് വിസകൾ അടക്കം മറ്റ് വിസകൾ അടക്കം ഉള്ളതിന് ഈ നിയന്ത്രണം ബാധകമല്ല എന്ന് അവരുടെ ഇവിടുത്തെ വിഭവശേഷി മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ പ്രിവിലേജസ് ഉള്ള മാധ്യമങ്ങളോ ആ അർത്ഥത്തിലുള്ള ഫ്രീ സോണുകൾ പോലും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വ്യക്തമായത് വെബ്സൈറ്റിൽ പോയാൽ വളരെ കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ മിസ്റ്റർ രാജ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയാൻ കഴിയും. അതുപോലെ ഇക്ബാൽ കൈ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നവരാണ്. ഇതൊന്നുമായി ബന്ധമില്ലാത്ത കുറെ വാട്സപ്പ് ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പരത്തുന്ന ഒരു ആശങ്ക അത് വല്ലാത്തൊരു പാനിക് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഈ ചർച്ച വളരെ ഫലപ്രദമാണ്. മറ്റൊരു ചാനലിൽ മുന്നോട്ട് വന്നില്ലെങ്കിലും നിങ്ങളിത് ചർച്ചയാക്കുമ്പോൾ സ്വാഭാവികമായും അത് ഈ ആശങ്ക അകറ്റാൻ ഒരു കാരണമാകും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ ഞാൻ 1979 ജൂൺ മാസം 30 വന്ന ഒരാളാണ്. ഈ 45 വർഷക്കാലം ഇവിടെ വന്ന നിയമങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഇന്ത്യക്കാർക്ക് ഒരു തരി അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു നിയമം ഈ 45 വർഷം ഞാൻ ഇവിടെ പിന്നിടുമ്പോ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പല രാജ്യങ്ങളിലെയും ചില സാങ്കേതികമായ കാരണങ്ങളാൽ വിസ അവര് നിഷേധിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. അല്ലാതെ അകാരണമായി ഒരു ഇന്ത്യക്കാരനെയോ ഒരു മറ്റു വിദേശ രാഷ്ട്രത്തിൽ നിന്ന് വരുന്ന ഒരാളെയോ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു നിയമവും UAE ഉണ്ടാക്കുകയില്ല. അവര് ഈ ഉണ്ടാക്കിയ നിയമം തന്നെ കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഈ കമ്പനികൾ 90%. ഞങ്ങൾക്കൊരു കമ്പനിയുണ്ട്, അൽറാബി പ്രിന്റിംഗ് പ്രസ്, 150 ആളുണ്ട്. അവിടെ ഈ നിയമം പാലിച്ചാണ് പോകണം. 100 പേരെ ഇന്ത്യക്കാരനായ ഒരു കമ്പനിക്കാരൻ കൊണ്ടുവരുമ്പോ 20 പേരെ മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുവരണമെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സന്തുലിതാവസ്ഥ, ഇവിടെ സാമൂഹിക അന്തരീക്ഷം, ഇവിടുത്തെ മറ്റെല്ലാ തരത്തിലുമുള്ള നന്മയ്ക്ക് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയുമാണ് ആ നിയമം കൊണ്ടുവരുന്നത് എന്ന് കൂടി നമ്മൾ പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എക്സാക്ട്ലി, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ YA റഹീം സൂചിപ്പിച്ചത്. ശ്രീ YA റഹീം, ഞാൻ ഭാസ്കർ രാജിലേക്കും ഇക്ബാൽ മാർക്കൂണിലേക്കും എത്താം. ഞാൻ താങ്കളിലേക്ക് തന്നെ വീണ്ടും എത്തുകയാണ്, ശ്രീ YA റഹീമിലേക്ക്. ഈ ഒരുപാട് സംശയങ്ങളുടെ ഒരു പ്രധാന കാര്യം, ഈ 20% മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ വൈവിധ്യത്തിൻ്റെ ആ കോട്ട തികയ്ക്കുമ്പോൾ അതിനു മുമ്പ് 80% ഇന്ത്യക്കാരുണ്ടാകും മിക്കവാറും. അപ്പോൾ ഈ ഇന്ത്യക്കാരെ വീണ്ടും ഇപ്പോൾ പുതിയൊരു വിസയ്ക്ക് പുതിയൊരു തൊഴിൽ കിട്ടുകയാണ്. ഇപ്പോൾ എനിക്കൊരു തൊഴിൽ കിട്ടുകയാണ്.
അപ്പോൾ ഞാനൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി ആ സ്ഥാപനത്തിൽ 80% ഇന്ത്യക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരമൊരു വിഷയം നിലനിൽക്കെ എനിക്ക് വീണ്ടും ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ആ വിസ നിഷേധിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലല്ലേ? ഞാനൊരു കാര്യം സൂചിപ്പിക്കാം അങ്ങയോട്. ഈ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ എല്ലാ കമ്പനിയിലും 80% ആൾക്കാർ 100 പേര് വരുന്നതിൽ 80 പേര് അങ്ങനെ തികഞ്ഞു കഴിഞ്ഞു എന്നത് തെറ്റായ ഒരു ധാരണയാണ്. ഇവിടെ മിസ്റ്റർ രാജു ഇവിടെ ഉണ്ട്, അതുപോലെ ഇക്ബാലിക്ക ഇവിടെ ഉണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റേ IT-യില്, അക്കൗണ്ട്സില്, അങ്ങനെ വളരെ പരമപ്രധാനമായ മേഖലകളിലാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സ്വന്തം രാജ്യക്കാരെയും നമ്മുടെ ബന്ധുക്കളെയും കൊണ്ടുവന്ന് നമ്മൾ വെക്കാറുള്ളത്. മറ്റുള്ളത് ഇപ്പോഴും ഭൂരിപക്ഷം പേരും പല കമ്പനികളിലും പല നാഷണാലിറ്റിയിലുള്ളവര്, പ്രത്യേകിച്ച് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഞാനടക്കം നടത്തുന്ന അൽറാബി പ്രിന്റിംഗ് പ്രസ് ആൾക്കാർ, നേപ്പാളികള്, ശ്രീലങ്കക്കാര്, പണ്ട് ബംഗാളികൾക്ക് ഇപ്പോൾ സാങ്കേതികമായി വിസ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ഉള്ളവരെ എടുക്കാൻ കഴിയൂ. അങ്ങനെ ബംഗാളികള് ഇപ്പൊ ലേബർ ക്ലാസ്സിൽ ബഹുഭൂരിപക്ഷവും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കോ, ഇന്ത്യക്കാരല്ല. ഇവിടെ ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടെ ഈ പൊതുവായിട്ടുള്ള ഈ ബ്ലൂ കോളർ ജോബിന് ഇന്ത്യയിൽ നിന്ന് ആള് അധികമായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം മുൻപുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിന് വ്യത്യസ്തമായി ഈ കീ പോസ്റ്റുകളിലൊക്കെ അവരവരുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ അവർക്ക് വിശ്വസ്തതയുള്ള അവരെ ഇന്ത്യക്കാരായ ആൾക്കാരെ, അതാത് രാജ്യക്കാരും മറ്റു രാജ്യക്കാരനെ അങ്ങനെയുള്ളവരെ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ കോളർ ജോലിക്കാർക്കൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായ അവർക്ക് ഈ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന അത്ര ശമ്പളവും കൊടുക്കണ്ട. അതുപോലെ ആ അർത്ഥത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ വർഷങ്ങളായി അതുമായി സമരസപ്പെട്ടു പോകുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് ആവശ്യമില്ലാത്ത ഒരു ആശങ്ക അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇന്ത്യക്കാരായവരെ കീ പോസ്റ്റുകളിൽ 80% വെച്ച് കഴിഞ്ഞാൽ 20% മറ്റ് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വെക്കുന്നത് കൊണ്ട് അവിടെ ഒരു വർക്ക് ഫോഴ്സ് ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് പോകും. അതുപോലെ തന്നെ കുറച്ചുകൂടി ഈ സ്വന്തം ആളുകളെക്കാൾ നമുക്ക് കമാൻഡ് ചെയ്യാൻ കഴിയുന്ന മറ്റു രാജ്യങ്ങളിലെ 20% ആൾക്കാരെ കൊണ്ട് അവിടെ അതിന്റെ ആ അർത്ഥത്തിലുള്ള പ്രവർത്തനം ഊർജ്ജസ്വലമാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശരി, എക്സാക്ട്ലി. എന്താണ് വളരെ വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. ഇക്ബാൽ മാർക്കോണി ചേരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ഇക്ബാൽ മാർക്കോണി, ഞാൻ ആദ്യം ചോദിച്ചത് ഈ ദിവസങ്ങളിൽ ഈ പോർട്ടലിൽ ഇത്തരമൊരു അപ്ഡേഷൻ അത് കർശനമാക്കിയതോടുകൂടി കൂടുതൽ വിസ നിഷേധിക്കപ്പെടുക അല്ലെങ്കിൽ കൂടുതൽ വിസ തള്ളപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? അങ്ങ് എന്താണ് മനസ്സിലാക്കുന്നത്? ശ്രീ ഇക്ബാൽ മാർക്കോണി, താങ്കൾ കേൾക്കാമോ? എനിക്ക് തോന്നുന്നു താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. എന്നാൽ ഭാസ്കർ രാജും അല്പസമയത്തിനകം തന്നെ നമ്മോടൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ റഹീം, നമ്മൾ ഈ സൂചിപ്പിച്ച കാര്യം അത് ആശങ്കയുടേതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട എലമെന്റ് നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ഈ സമയത്ത്, ഈ വളരെ അടുത്ത സമയത്ത് ഇത്രമാത്രം ഇത് ചർച്ച ചെയ്യപ്പെടാനുള്ള കാര്യം എന്താണ്? ഈ പോർട്ടലിൽ ഇത് കർശനമാക്കി നടപ്പാക്കി തുടങ്ങി എന്നുള്ളത് കൊണ്ട് മാത്രമാണോ? അതേസമയം ഇപ്പോൾ ഞാൻ മറ്റ് 1-2 പേരോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള വ്യവസായികളായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽ ദാതാക്കളായിട്ടുള്ള ആളുകളോട്. അപ്പോൾ അവരൊക്കെ പങ്കുവച്ചൊരു ആശങ്ക, ഇപ്പോൾ തൊഴിൽ നൽകാൻ തയ്യാറാണ്, പക്ഷേ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ എന്താണ് ഈ സമയങ്ങളിൽ, ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇത്രമാത്രം ഇത് ചർച്ച ചെയ്യാനുള്ള സാഹചര്യം? അപ്ലൈ ചെയ്യുമ്പോൾ വിസ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിപ്പോ ഈ കർശനമാക്കിയതിന് ശേഷമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അല്ല, അപ്പൊ ഈ ഒരാഴ്ചക്കിടയിൽ ചർച്ചയാവാനുള്ള പ്രധാന കാരണമാണ് ചോദിച്ചത്. അതാണ് ഈ പോർട്ടലില് ഇപ്പൊ അവര് വർഷങ്ങളായിട്ട് നിയമം ഉണ്ടെങ്കിൽ തന്നെ അത്ര സ്ട്രിക്റ്റ് ആക്കിയിരുന്നില്ല. ഇവരെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഒരു നിയമം പെട്ടെന്ന് കൊണ്ടുവന്ന് അത് പെട്ടെന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം UAE-യിലെ ഈ സംവിധാനത്തിലില്ല. അവരാദ്യം ആ അർത്ഥത്തിലുള്ള ഒരു മെസ്സേജ് കൊടുക്കും, പിന്നെ ഒരു നിർദ്ദേശം കൊടുക്കും, പിന്നെ വളരെ കർശനമായിട്ട് അത് നടപ്പാക്കും. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് അത് ആരെയും ഫോഴ്സ് ചെയ്യാതെ ആ കമ്പനിയുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അതിന് സമയം കൊടുത്തുകൊണ്ട് ആ കമ്പനിക്ക് ഒരു തരത്തിലും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ആ നിയമങ്ങൾ നടപ്പാക്കുക. അതുപോലെ തന്നെ അത് കർശനമാക്കുന്നത്. ഒരു പരിധി വരെ ഇത് അംഗീകരിക്കില്ല എന്ന നിലയിൽ വീണ്ടും ആ നിയമം അനുസരിക്കാത്ത ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും അവര് അത് കർശനമാക്കും. അങ്ങനെ കർശനമാക്കിയപ്പോ ഈ 1-2 ആഴ്ചക്കകത്താണ് ആ പോർട്ടലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിസ നിഷേധിക്കുന്നു അങ്ങനെ ഇങ്ങനെയാണ്. അപ്പൊ ഈ നിയമം, ഇപ്പൊ ആളുകൾ വിചാരിക്കും ഈ നിയമം വന്നിട്ട് 1-2 ആഴ്ച ആയിട്ടുള്ളൂ. അല്ല, ഈ നിയമം വന്നിട്ട് കാലങ്ങൾ കുറേയായി. അത് കുറച്ചുകൂടെ കർശനമായി നടപ്പാക്കാൻ UAE-യുടെ മാനവവിഭവ ശേഷി മന്ത്രാലയം
തീരുമാനമെടുക്കുകയും ആ നിർദ്ദേശം കമ്പനികളെ അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നന്ദി ശ്രീ വൈ റഹീം. ഞാൻ ഭാസ്കർ രാജിലേക്ക് പോകുന്നു. ശ്രീ ഭാസ്കർ രാജ്, താങ്കൾ നേരെ കാത്തിരിക്കുന്നു എന്ന് അറിയാം. ഈ ഇപ്പോൾ ശ്രീ റഹീം സൂചിപ്പിച്ചതുപോലെയും ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ പ്രവാസികൾക്കിടയിൽ ഒരു ആശങ്കയ്ക്ക് ഒരു വിത്ത് മുളയ്ക്കുന്ന ഒരു സാഹചര്യം ഈ സമയങ്ങളിലുണ്ടായി. അതിൻ്റെ ഒരു മൂല കാരണം എന്തായിട്ടാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത്രമാത്രം ആശങ്കയ്ക്ക് ഒരു സാഹചര്യമില്ല എന്ന് താങ്കൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോൾ പോലും വീണ്ടും വീണ്ടും ചർച്ചയാവുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇത്രമാത്രം ഇത് ഒരു വൈറലായി സ്പ്രെഡ് ആവാനുള്ള സാഹചര്യം എന്തായിരിക്കാം? ശ്രീ ഭാസ്കർ രാജ് കേൾക്കാമോ? ഹലോ ഭാസ്കർ രാജ് കേൾക്കാമോ? മറ്റു രാജ്യക്കാർക്ക് അവസരം നൽകുന്നതിനായി ഇന്ത്യൻ തൊഴിൽ വിസ യു എ നിർത്തലാക്കി എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് വാർത്തകൾ പ്രചരിച്ചിരുന്നു. കമ്പനികൾ ഇന്ത്യക്കാർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പോപ്പ് സന്ദേശമുണ്ട്. അതാണ് ഒരു പക്ഷേ ഇത്തരത്തിലൊരു ഈ പ്രചാരണത്തിന് ഇടയാക്കിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജീവനക്കാരെ നിയമിക്കുമ്പോൾ ജനസംഖ്യാപരമായിട്ടുള്ള വൈവിധ്യം അത് ഉറപ്പാക്കണം എന്നുള്ള സന്ദേശമാണ് ലഭിക്കുന്നത്. ശ്രീ ഭാസ്കർ, ഞാൻ ചോദിച്ചു കേട്ടിരുന്നോ? യെസ്, എക്സാക്ട്ലി. അപ്പോൾ ഇത്തരം ഒരു ഇങ്ങനെ വിസ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചർച്ചകൾക്കൊക്കെ വഴിവെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്തായിരിക്കാം? അല്ല, ആദ്യം തന്നെ ശ്രീ അഡ്വക്കേറ്റ് വൈ റഹീം വളരെ വ്യക്തമായിട്ട് അത് ക്ലാരിഫൈ ചെയ്തു കഴിഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. കാരണം അനാവശ്യമായ ഒരു ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും യഥാർത്ഥത്തിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല. അതായത് ഇപ്പോൾ ഇത് അതായത് വിസ താൽക്കാലികമായി നിർത്തി എന്നുള്ള ന്യൂസ് ആണല്ലോ വന്നിട്ടുള്ളത്. ഒരു ക്ലിയർ ആയിട്ടുള്ളത് ആദ്യം തന്നെ പറയട്ടെ, പുതിയതായി ഒരു നിയമവും ഇല്ല എന്നുള്ളതാണ്. ഈ നിലവിലുള്ള നിയമം അനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വിദേശ തൊഴിലാളികളെ നിയമിക്കുമ്പോൾ അവർക്ക് വിസ കൊടുക്കുമ്പോൾ അവർക്കൊരു കോട്ട വെച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിനും കോട്ട ഇവിടെ ഇല്ല. ഒറ്റ രാജ്യത്തിന് പോലും ഒരു കോട്ട വെച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു, ഒരു ഡെമോഗ്രാഫിക് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ 200-ലധികം രാജ്യത്തിലുള്ള ആളുകൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. വേറൊരു കാര്യം, മറ്റെങ്ങും ഇല്ലാത്തതാണ് നമുക്കിവിടെ ഒരു മിനിസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞാൽ ടോളറൻസിന് വേണ്ടിയിട്ട്, സഹിഷ്ണുതയ്ക്കും സഹവർത്തിത്വത്തിനും വേണ്ടിയിട്ട് മിനിസ്ട്രി ഉള്ള ഒരേ ഒരു രാജ്യം ഇതാണ്. അപ്പം തുല്യ അവകാശവും തുല്യ അവസരങ്ങളുമാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഡെമോഗ്രാഫിക് വേണമെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ വിസ ആരുടെയും ഡിനൈ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു നിയമമുള്ളത്, ഒരു രാജ്യക്കാരും 20% കൂടുതലാകാൻ പാടില്ലെന്നാണ് ഒറ്റ രാജ്യക്കാര്. അപ്പൊ ഉദാഹരണത്തിന് അങ്ങനെ ഒരു അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഒരു 100 ജോലിക്കാരുള്ള ഒരു കമ്പനിയിൽ 20 ഇന്ത്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 21ാമത്തെ ആളിന് ഒരു വിസ കൊടുക്കത്തില്ല. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്ത് അവർ ഡിനൈ ചെയ്യുന്നതിന് പകരം അവിടെ ഒരു റിമാർക്ക് വന്നിരുന്നു, അച്ചീവ് ഡെമോഗ്രാഫിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള റിമാർക്കാണ് വന്നത്. അല്ലാതെ അത് റിജക്ഷൻ അല്ലായിരുന്നു. അപ്പൊ അത് കേട്ടിട്ടാണ് അവർ ചെയ്തത്. പിന്നെ കൂടാതെ ഇപ്പോൾ ഉള്ള ഒരു പാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് പുതിയ ജോലി കിട്ടുമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്ന ആളിന് ജോലി കിട്ടുമോ എന്നുള്ളതുകൊണ്ട് ഒരു കമ്പനി ഒരു ജോലിക്ക് ഓഫർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കോട്ടയ്ക്ക് ഉള്ളിൽ ആയിരിക്കും കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ഒരു പ്രിന്റിംഗ് പ്രസ്സിലുണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു പുതിയ ഒരാൾ അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ജോബ് ഓഫർ കൊടുക്കുമ്പോൾ അവരുടെ കോട്ടയിൽ നിൽക്കുമ്പോൾ മാത്രമേ അവർക്ക് ജോബ് ഓഫർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും വിസ റിജക്ട് ആകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇത് അനാവശ്യമായ ഒരു ഭീതി ഉണ്ടാക്കിയത് മാത്രമേ വരുന്നുള്ളൂ. ആശങ്കയ്ക്ക് യാതൊരു വകയില്ലെന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം മിസ്റ്റർ ഇക്ബാൽ മർക്കോണി വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാനൊക്കെ. ഇക്ബാൽ മാർക്കോണി, അദ്ദേഹം നെറ്റ്വർക്ക് കുറഞ്ഞൊരു സ്ഥലത്ത്, ഞാൻ അദ്ദേഹത്തിന്റെ കൊളീഗാണ്. അവരുടെ പേര് ഫാരിസ് ഫൈസൽ, ഞാൻ ECHന്റെ ഡയറക്ടറാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ അതിനകത്ത് ഇപ്പോൾ ഞാൻ ഇക്ബാൽ മാർക്കോണിയെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇക്ബാൽ മാർക്കോണിക്ക് പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താങ്കൾ പങ്കെടുക്കുന്നത്. ഇത്തരത്തിൽ ഈ വിസ നിഷേധിക്കപ്പെടുന്നുണ്ടോ ഈ ദിവസങ്ങളിൽ? തീർച്ചയായിട്ടും വിസ പൂർണ്ണമായും നിരോധിച്ചെന്ന് പറയുന്നത് ശരിയല്ല. ഈ ഒരു പൂർണ്ണമായും നിരോധിച്ചെന്നില്ല, പക്ഷെ ഈ ആശങ്ക നിഷേധിക്കപ്പെടുന്ന വിസ ഒരുപാട് ഉണ്ട് എന്നുള്ള ഒരു പ്രചരണമുണ്ട്.
അതെ അതെ അതെ, വല്ലാതെ മാർക്കറ്റിൽ ഇത് പിന്നെ ബിസിനസ് രംഗത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് വിസകൾ ദിവസവും ഇഷ്യൂ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ശനിയാഴ്ച യഥാർത്ഥത്തിൽ ജനുവരി 20-ാം തീയതി സാറ്റർഡേ ആണ് ഈ ന്യൂസ് വല്ലാതെ വരികയും ഒരുപാട് കോളുകളും മെസ്സേജുകളൊക്കെ വന്ന് സാർ എന്ത് ഇന്ത്യക്കാർക്ക് വിസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഉള്ള വിഷയങ്ങൾ വന്ന് ഇവിടെ നമ്മുടെ റഹീം സാറും ഭാസ്കർ സാറും പറഞ്ഞ പോലെ ഡെമോഗ്രാഫിക് ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരാശയവുമായി ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ലേബർ വന്ന ഒരു സംഗതിയാണിത്. അതിന്റെ അർത്ഥം ആർക്കും ജോലി നിഷേധിക്കുന്നില്ല, നേരെ മറിച്ച് എല്ലാ രാജ്യക്കാർക്കും അവർക്കും ഒരു ചാൻസ് കൊടുക്കുകയാണ്. സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ആയിട്ടുള്ള എല്ലാ ലേബേഴ്സിനും വേറെ രാജ്യക്കാർക്ക് ഈ രാജ്യത്ത് ജീവിക്കുവാനുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജോലി ചെയ്യുവാനുള്ള ഒരു അവസരം കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തികച്ചും ആശങ്കപ്പെടേണ്ടതില്ല. കാരണം കാരണം പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഡെമോഗ്രാഫിക് ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് അത് കിടക്കുകയുള്ളൂ. അതൊരു മാനദണ്ഡമായി വെച്ചുകൊണ്ട് അത്തരം ആക്ച്വലി ഇപ്പൊ പുതിയ വിസ ഇപ്പോൾ ഭാസ്കർ രാജും ഇപ്പോൾ റഹീമും പറഞ്ഞു. ശ്രീ ഫാരിസ്, ഞാൻ എന്റെ സംശയം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ വിസ സർവീസ് പ്രൊവൈഡർ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്. അത്തരത്തിലൊരു കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ തുടർച്ചയായി വിസകൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത്? അതെ, തീർച്ചയായിട്ടും അത്തരം ഒരുപാട് ആശങ്കകള് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരുപാട് കമ്പനീസ് ആണ്. ഞങ്ങൾ ഞാൻ അങ്ങനെ ഡയറക്റ്റ് ഉണ്ടായിട്ടുണ്ടോ ഇൻഡസ്ട്രിയിൽ തികച്ചും അതൊരു ആശയക്കുഴപ്പമുണ്ടാവും. കാരണം ബിസിനസ് മേഖലയിൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു വലിയ സാലറി വാങ്ങുന്ന ഒരു പ്രൊഫഷണലിനെ അതിന് പകരം ആ ഒരു മേഖലയിൽ വേറൊരു രാജ്യക്കാരനെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ചലഞ്ചാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളമാണെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ കൂടുതലുള്ള കമ്പനികളിൽ അവർ ഇന്ത്യക്കാരെയാണ് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുക. അപ്പൊ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കിൽഡ് ആയിട്ടുള്ള വർക്കർ വേറൊരു രാജ്യക്കാരനെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും വലിയ ശമ്പളം കൊടുത്തുകൊണ്ട് അതിന്റെ ഒരു പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട്. അതല്ല ചോദിച്ചത്, എനിക്ക് ചോദിച്ചത് ഫാരിസ് വ്യക്തത വന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഫാരിസിനോട് എനിക്കൊരു ചോദ്യമുണ്ട് പറയാനുള്ളത്. അത് താങ്കൾ നേരിട്ട് പറഞ്ഞു. കാര്യം ഒരു സർവീസ് പ്രൊവൈഡർ എന്നുള്ള നിലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു വിസ ഡിനൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കിട്ടാതിരുന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എക്സാക്ട്ലി. ഇതേമാതിരി തന്നെ റിമാർക്ക് വന്നിട്ടുണ്ട്. റിമാർക്ക് ഇത് മാത്രമല്ലേ ഉള്ളൂ, അച്ചീവ് ഡെമോഗ്രാഫിക് ഡൈവേഴ്സിറ്റി മാത്രമുള്ള റിമാർക്കല്ലേ ഉള്ളൂ. അതെ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതെ, അപ്പൊ അങ്ങനെ റിമാർക്ക് വരുന്നവർക്ക് വീണ്ടും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊരു സെക്കൻഡ് ഓപ്ഷൻ എന്താണ് ശ്രീ ഫാരിസ്? വേറെ ഒരു നാഷണാലിറ്റിയെ കൊണ്ട് അപ്ലൈ ചെയ്യണം. നോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നു ആസ് ആൻ ഇന്ത്യൻ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു റിമാർക്ക് വന്നാൽ എന്റെ മുന്നിലുള്ള ആ വാതിൽ അടയുകയാണോ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു ആശങ്കയല്ലേ? അതെ, അല്ല, പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനികൾക്ക് മുമ്പിൽ ഇപ്പൊ ഉദാഹരണത്തിന് അദ്ദേഹത്തിന് അറിയാം, അഡ്വക്കേറ്റിനും അറിയാവുന്നതാണ്, അദ്ദേഹത്തിന്റെ കമ്പനിയിൽ 100 പേർക്കാണ് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 100 പേരുടെ കോട്ടയാണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും അവരത് കോട്ട കൂട്ടുകയാണ് ചെയ്യാറുള്ളത്. അവർക്ക് കൂടുതൽ കോട്ട അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 പേരെ അവർക്ക് കൂടുതലായിട്ട് ഇന്ത്യക്കാരെയോ അല്ലെങ്കിൽ പാകിസ്ഥാനെയോ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞാൽ പുതിയ കമ്പനികൾക്ക് ഇത് ബാധകമല്ല എന്നുള്ളതാണ്. പുതിയതായിട്ട് തുടങ്ങിയ ഒരു കമ്പനിക്ക് അത് എത്ര പേരെ വേണമെങ്കിലും അവരുടെ ഇഷ്ടം പോലെ വെച്ചോക്കൊള്ളാം. പിന്നെ ബാക്കിയുള്ള കമ്പനികൾക്ക് മാത്രമേ ഇത് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഫ്രീ സോണിലെ കമ്പനികൾക്ക് ഇത് ബാധകമല്ല. അതെ, ഫ്രീ സോണിന് ബാധകമല്ല. മിനിസ്ട്രി ഓഫ് ലേബറിന്റെ അണ്ടറിലുള്ള ഇത് അനാവശ്യമായ ഒരു പാനിക്കുണ്ടായി. ഏതോ ഒരാൾക്ക് അപ്ലൈ ചെയ്ത സമയത്ത് അവർക്ക് വിസ കിട്ടുന്നതിന് പകരമായിട്ട് അവർ കമ്പനിയോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നൗ യു മെയിൻറ്റെയിൻ ദിസ് ഡെമോഗ്രാഫിക് ഡൈവേഴ്സിറ്റി എന്ന് മാത്രം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവിടെ വിസ ഡിനൈ ചെയ്തിട്ടില്ല ആ ഒരാൾക്ക്. അപ്പൊ അവർക്ക് വിസ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ ഒരു വലിയ പാനിക് ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കുള്ളൂ. അതൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ചാനലിന്റെ കടമയാണ്. ആ ക്ലാരിഫിക്കേഷൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അപ്പോഴും എൻ്റെ ഞാൻ സംശയത്തിൽ നിലനിൽക്കാനുള്ള കാര്യം, ഇപ്പോൾ എനിക്ക് കരുതുക ശ്രീ ഫാരിസിന്റെ സ്ഥാപനത്തിൽ എനിക്ക് നിങ്ങളൊരു ജോലി തരികയാണ്. ആ സ്ഥാപനത്തിൽ 80% ഇന്ത്യക്കാർ ഓൾറെഡി ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 20% വൈവിധ്യം ഇല്ല എങ്കിൽ എനിക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ജോലി കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആദ്യം ജോബ് ഓഫർ വരണമല്ലോ. അവർക്ക് ജോബ് ഓഫർ വന്നു, അതിനുശേഷം വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഈ റെഗുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? എനിക്ക് ജോബ് ഓഫർ തന്നു ഫാരിസ് എന്ന് കരുതുക. അല്ല, നമുക്ക് ആദ്യം അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാളൊരു ജോബ് ഓഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കോട്ട ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഒരു ജോബ് ഓഫർ ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്റർ കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോട്ടയിൽ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ പിന്നെ അത് റിജക്ട് ചെയ്യുന്ന കാര്യമോ അല്ലെങ്കിൽ അവർക്ക് കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഓക്കെ ഡൺ.
മനസ്സിലായി, വ്യക്തമാണ്. എന്താണെങ്കിലും നമുക്ക് ഈ ചെറിയ സാങ്കേതിക പ്രശ്നം കൊണ്ട് അല്പം വൈകി രണ്ടുപേരും ജോയിൻ ചെയ്യുന്നതിൽ ക്ഷമിക്കുക, സമയം കുറവ് നൽകിയതിൽ. എന്താണെങ്കിലും ഒരുപാട് നന്ദി ശ്രീ ഭാസ്കർ രാജ്, ഒപ്പം ഫാരിസ്. അതായത് ഇത് നിയമത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, പുതിയതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് എല്ലാവരോടും ഒന്ന് പറയണമെന്നേ മൊത്തം പറയുന്നു. എക്സാക്ട്ലി, ഞാൻ ആവർത്തിക്കുകയാണ്. ചെറിയൊരു കൺക്ലൂഷൻ യഥാർത്ഥത്തില് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഞങ്ങൾ ECH ഡിജിറ്റൽ ഞങ്ങളുടെ സ്ഥാപനം, ഞങ്ങൾ ഒരുപാട് വിസകൾ ഡെയിലി കൊടുക്കുന്ന ആളുകൾ. അപ്പോൾ നമുക്ക് നമ്മളൊരു അനുഭവത്തിൽ പറയുന്നത് ആരും പാനിക് ആവേണ്ടതില്ല. കാരണം ഇത് എന്തായാലും ഇത് എത്രത്തോളം മുമ്പോട്ട് പോകുന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മുടെ മിനിസ്ട്രിയും ഇന്ത്യൻ മിനിസ്ട്രിയും ലേബർ മിനിസ്ട്രിയും ചർച്ചയൊക്കെ നടത്തി ഒരു തീരുമാനത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം വരും. അത് ഇൻഡസ്ട്രീനെ ബാധിക്കാത്ത രീതിയിൽ ഒരു പുതിയ ഒരു തലത്തിൽ എത്തിച്ചേരുന്നുള്ള ശുഭപ്രതീക്ഷയിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പറഞ്ഞോളൂ. ഇത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ഒരു ആശങ്ക കമ്പനികൾക്ക് വന്നാൽ ഫൈസൽ സൂചിപ്പിച്ചതുപോലെ അത് ശ്രദ്ധിക്കുകയും അതിന് പ്രത്യേകമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന വളരെ സുതാര്യമായി രാജ്യമാണ് മന്ത്രാലയം കൂടിയാണ് മാനവവിഭവശേഷ മന്ത്രാലയം എന്നുകൂടി ഞാൻ അറിയിക്കുക. അതെ, ടോളറൻസ് മിനിസ്ട്രി ഉള്ള ഒരു രാജ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി മൂന്ന് പേർക്കും. ദയവ് ചെയ്ത് ക്ഷമിക്കുക, സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുകയാണ് ശ്രീ ഫാരിസ്. എന്താണെങ്കിലും ജോയിൻ ചെയ്യാൻ അല്പം താമസിക്കുകയും ചെയ്തു. എന്താണെങ്കിലും ഒരു കാര്യം കേൾക്കുക, ഈ പ്രേക്ഷകർ എന്തെങ്കിലും ആശങ്കയോടെ മനസ്സിൽ ഒരു തരിമ്പുണ്ടെങ്കിൽ പോലും ഇവർ പറഞ്ഞത് വ്യക്തമായി വിശ്വസിക്കാൻ. കാരണം മൂന്ന് പേരും അതിൽ വൈദഗ്ധ്യമുള്ളവരാണ്. ഇതിൽ തിരിച്ചടിക്കേണ്ട ഒരു സാഹചര്യമില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അത് ഒരു സ്വാഭാവിക പോർട്ടലിലെ നടപടിക്രമം മാത്രമാണ്. നിങ്ങൾക്കൊരു ജോബ് ഓഫർ ഉണ്ടെങ്കിൽ അതൊരു തരത്തിലും നിങ്ങളുടെ ജോലിയെ ബാധിക്കില്ല, വഴി അടയ്ക്കില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ യൂട്യൂബിൽ ഈ ഒരു ഡിസ്കഷൻ വെച്ചിരുന്നു. വിസ കോട്ടയിലെ 20% വൈവിധ്യം അത് ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. അതിൽ എന്താണെങ്കിലും ഞെട്ടിക്കുന്ന കാര്യം 79% പേരും ഉവ്വ എന്നുള്ള ഉത്തരമാണ് നൽകിയത്. 21% പേരാണ് ഇല്ല എന്നുള്ള ഉത്തരം കൈമാറിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 79-21 എന്ന മട്ടിലായിരുന്നു. എന്താണെങ്കിലും നമ്മുടെ 3 അതിഥികളും ഒരേ സ്വരത്തിൽ പറയുന്നു ഇത് ആശങ്കയ്ക്കുള്ള സാഹചര്യമില്ല, ഇത് വളരെ കൃത്യമായി മുന്നോട്ടുള്ള വാതിലുകൾ തുറന്നു തന്നെ കിടക്കുമെന്ന്. എന്താണെങ്കിലും ഗൾഫ് 18 പ്രവാസി ശബ്ദത്തോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.